ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമേ സീരീസിൻ്റെ സീസൺ 2 അകത്തിലെ ഒന്നാമത്തെ എപ്പിസോഡാണ്. സോ നിങ്ങൾ ഇതുവരെ ഡീമൺ സ്ലെയറിൻ്റെ സീസൺ 1 അതുപോലെ തന്നെ സീസൺ 1 കണ്ടിന്യൂഷനായിട്ട് ഇറങ്ങിയിട്ടുള്ള ഡീമൺ സ്ലെയർ മുഗൻ ട്രെയിൻ എന്ന് പറഞ്ഞ മൂവിയും കണ്ടിട്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പോയി കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റിൽ ലിങ്ക് കൊടുത്തേക്കാം. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കാം. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് തുടക്കുന്നതിനെ കാണിക്കുന്നത് ഡീമൺ സ്ലെയർ മുഗൻ ട്രെയിൻ എന്ന് പറഞ്ഞ മൂവി എവിടെ വെച്ചാണോ അവസാനിക്കുന്നത് അതിനെ ബാക്കിയാണ് കാണിക്കുന്നത്. നമ്മുടെ താൻജറോ സെനിറ്റ്സു ഇനോസ്കൊക്കെ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റെങ്കോക്കോ ഇപ്പോൾ നമ്മളെ വിട്ടു പോയിരിക്കുന്നു. ഡീമൺ സ്ലെയർ ക്രോപ്പിൽ നിന്ന് കുറേ ആൾക്കാർ അങ്ങോട്ട് വരികയാണ്. കാണിക്കുന്നത് ഒരു കാക്ക ഒരു വീടിൻ്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. നോക്കുന്ന സമയത്ത് അത് വേറെ ആരുടെ വീടുമല്ല, നമ്മുടെ റെങ്കോക്കോൻ്റെ വീടാണ്. റെങ്കോക്കോ മരിച്ചു പോയ കാര്യം അവരുടെ വീട്ടുകാരെ അറിയിക്കാൻ വേണ്ടി ആ കാക്ക അങ്ങോട്ട് വന്നിരിക്കുകയാണ്. റെങ്കോക്കോവിൻ്റെ അനിയനായിട്ടുള്ള സാൻജറോയോട് ആ കാക്ക വന്ന് കാര്യം പറയുന്നു. അവൻ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മാസ്റ്റർ ഉപയോഗിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ അടുത്തോട്ടും ഒരു കാക്ക പറന്നു വരുന്നു. എന്നിട്ട് താൻജറോ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാസ്റ്ററിനോട് പറയുന്നു. പറഞ്ഞ ഈ പോരിൽ ശരിക്കും വിജയിച്ചത് റെങ്കോക്കു ആണ്. നിന്നെ പോലുള്ള വൃത്തികെട്ട ഡീമൻസിനൊക്കെ ഒരു മുറിവ് വന്നാൽ അത് ഹീൽ ചെയ്യാനും അതുപോലെ ഒരു കൈ ഒടിഞ്ഞു പോയത് റീജറേറ്റ് ചെയ്യാനും പറ്റും. പക്ഷെ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ പോലും നിങ്ങളോട് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നില്ലടാ. അപ്പൊ ഞങ്ങളല്ലടാ ശരിക്കുള്ള ഹീറോസ്, ഞങ്ങളാടാ വിജയിച്ചത്. ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് ഏറ്റുമുട്ടാവാടാ. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ മാസ്റ്ററിന് ഒരുപാടധികം സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു ട്രെയിനാണ്. ആ ട്രെയിൻ ഒരു ടൗണിലോട്ടാണ് പോകുന്നത്. ആ ടൗൺ ഇപ്പം രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ രാത്രി സമയത്ത് ഒരു കുട്ടി ഒരു ലൈബ്രറി പോയിട്ട് അവിടെ നിന്ന് ബുക്ക് എടുക്കുകയാണ്. ബുക്ക് എടുത്തിട്ട് ആ കുട്ടി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ആ കുട്ടി റോഡിൽ കൂടെ നടക്കാൻ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ സ്ട്രെയിറ്റ് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഒരു റോബോട്ടിനെ പോലെ തന്നെ. അതുകൊണ്ട് ആൾക്കാരെല്ലാവരും ആ കുട്ടിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കുട്ടി അവൻ്റെ വീട്ടിലെത്തുന്നു. അവൻ്റെ വീട്ടിലെത്തി നോക്കുന്ന സമയത്ത് അവൻ്റെ അച്ഛനോടും അമ്മയോടും കുറേ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ അവരോട് പറയുകയാണ്, ഒരു കുട്ടിയെ പ്രസവിക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ പ്രസവിക്കണം. എന്തൊരു അനുസരണമുള്ള ഒരു കുട്ടിയാണ്, എന്തു പറഞ്ഞാലും അതുപോലെ തന്നെ ചെയ്യും, നല്ല രീതിയിൽ പഠിക്കും. ഇതൊക്കെ കേട്ടിട്ട് ആ കുട്ടിയുടെ അച്ഛൻ പറയുകയാണ്, അവനൊരു നല്ല കുട്ടി തന്നെയാണ്, അവൻ വളരെയധികം മര്യാദക്കാരനാണ്, അവൻ ആൾക്കാരോടൊക്കെ വളരെയധികം നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. എത്ര നല്ല കുട്ടിയാന്ന് പറഞ്ഞിട്ടും എന്തുവാണ് കാര്യം, അവനൊരു ഡിസീസ് ഉണ്ട്. അവന് രാവിലെ വെളിയിൽ കൂടെ ഇറങ്ങി നടക്കാൻ സാധിക്കത്തില്ല, അവൻ്റെ ദേഹത്ത് സൂര്യവെട്ടം അടിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവൻ രാത്രിയിലാണ് പുറത്തോട്ടൊക്കെ പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് ആ കുട്ടിയാണ്. ആ കുട്ടി ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പൂക്കളെ കുറിച്ചുള്ള പുസ്തകമാണ്. എന്നാൽ ഇതേ സമയമായിരുന്നു അങ്ങോട്ടൊരാൾ വരുന്നത്. അത് വേറെ ആരുമല്ല, അപ്പർ മൂൺ 3 അക്കാസ. ഇതേ സമയത്ത് അക്കാസ പറയുകയാണ്, ഹേ മാസ്റ്റർ, ഞാൻ വന്നത് ഇപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. അത് വേറെ ആരുമല്ല, മൂസൻ കിമിക്സുജി ആയിരുന്നു. മൂസൻ അക്കാസയോട് ചോദിക്കുകയാണ്, നീ പോയ കാര്യം എന്തുവായെന്ന്. നിങ്ങൾ പറഞ്ഞ ബ്ലൂ സ്പൈഡർ ലില്ലി ഞാൻ ഒരുപാട് സ്ഥലത്ത് തിരഞ്ഞു, പക്ഷെ എനിക്ക് എവിടെ നിന്നും കിട്ടിയില്ല. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഹാഷറിനെ കൊന്നിട്ടാണ്. നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പേടിക്കണ്ട എന്ന് അക്കാസ മൂസാനോട് പറയുന്നു. ഇത് കേട്ടിട്ട് മൂസാൻ ഒരുപാടധികം ദേഷ്യം വരികയാണ്. നീ ഇപ്പൊ കൊന്നിട്ട് വന്നിരിക്കുന്നത് ചെറിയൊരു ഉറുമ്പിനെയാണ്. നിനക്ക് തന്നിട്ടുള്ള ശക്തി വെച്ചിട്ട് നിനക്ക് വേണമെങ്കിൽ എല്ലാ ഹാഷറാസിനെയും കൊല്ലാൻ പറ്റും, പക്ഷെ നീ അത് ചെയ്തില്ല. അവരുടെ കൂടെ ഒരു 3 ഡീമൺ സ്ലേയേഴ്സും ഉണ്ടായിരുന്നല്ലോ, നീ എന്താ അവരെ കൊല്ലാഞ്ഞത്? ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അക്കാസ ഒന്നും സംസാരിക്കുന്നില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ മൂസാനുണ്ടല്ലോ, അക്കാസ അങ്ങ് ശിക്ഷിക്കുകയാണ്. അക്കാസയുടെ വായിൽ നിന്ന് ഒരുപാടധികം ചോര പുറത്തേക്ക് പോകുന്നു. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഡീമൺ സ്ലെയർ ക്രോപ്പ് മൊത്തത്തിൽ ഇല്ലാതാക്കി. ബ്ലൂ ലില്ലി ചെടി കണ്ടുപിടിക്കാൻ പോയ സമയത്ത് ആ ഡീമൺ സ്ലെയേഴ്സ് ഒക്കെ അടുത്തായതുകൊണ്ടാണ് നിന്നെ ഞാൻ അങ്ങോട്ട് അയച്ചത്. എന്നിട്ടൊരു ഹാസ്രേനെ കൊന്നിട്ട് നീ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. മേലായി നീ ഇങ്ങനത്തെ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വന്നേക്കില്ല, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്ന് നമ്മുടെ മൂസാൻ കിബിക്സുജി നമ്മുടെ അക്കാസയോട് പറയുകയാണ്. റൂമിൽ നിന്ന് ഒരുപാടധികം സൗണ്ട് കേട്ടതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആ കുട്ടിയുടെ അച്ഛൻ അങ്ങോട്ട് വരികയാണ്. വന്ന് നോക്കുന്ന സമയത്ത് അവിടെ കുഴപ്പങ്ങളൊന്നുമില്ല, അവിടുത്തെ എല്ലാ കാര്യങ്ങളും പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അക്കാസ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് നമ്മുടെ താൻജറോ പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ്. നീ ഒരു ഭീരുവാണ്, നിനക്കൊട്ടും ധൈര്യമില്ലെന്നൊക്കെ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ് മൂസാൻ കിബിക്സുജി ഇപ്പൊ നമ്മുടെ അക്കാസയോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എങ്ങനെങ്കിലും നമ്മുടെ താൻജറോനെ കണ്ടുപിടിച്ചിട്ട് കൊന്നു കളയണമെന്ന് നമ്മുടെ അക്കാസ ചിന്തിക്കുകയാണ്. നമ്മുടെ താൻജറോയുടെ വാൾ അക്കാസയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ താൻജറോടുള്ള ദേഷ്യം ആ വാളിൽ തീർക്കുകയാണ് നമ്മുടെ അക്കാസ. പിന്നീട് കാണിക്കുന്നത് ബട്ടർഫ്ലൈ ഹൗസ് ആണ്. അവരവിടെ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരാൾ എടുത്തോണ്ട് പോവുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ സെനിറ്റ്സു ആണ്. ഇത് എടുത്തോണ്ട് പോകുന്നത് വേറെ ഒന്നിനു വേണ്ടിയല്ല, നമ്മുടെ താൻജറോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് സെനിറ്റ്സു അത് എടുത്തോണ്ട് പോകുന്നത്. രംഗോക്ക് മരിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ താൻജറോയ്ക്ക് ഒരുപാടധികം വിഷമമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇതുവരെ കരയാത്ത ഇനോസ്കിക്ക് വിഷമമുണ്ടെങ്കിൽ നമ്മുടെ താൻജറോയുടെ വിഷമം എത്രയായിരിക്കും? അവന് പിടിച്ചു നിർത്താൻ പോലും പറ്റാത്തത്രയും വിഷമമായിരിക്കും. എങ്ങനെയെങ്കിലും അവനെ തിരിച്ച് സന്തോഷവാനാക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെനിറ്റ്സു ആണെങ്കിൽ അവിടുന്ന് കുറച്ച് ഫുഡ് എടുത്തോണ്ട് കട്ടോണ്ട് നമ്മുടെ താൻജറോയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ്. ഹേ താൻജറോ, നിനക്ക് വേണ്ടി ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമ്മുടെ സെനിറ്റ്സു പറയുന്ന സമയത്ത് അയ്യോ
അയ്യോ താൻസ്രോനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ആ 3 കുട്ടികളിലെ ഒരു കുട്ടി നമ്മുടെ സെനിറ്റ്സുവിനെ അറിയാതെ മൂക്കിലിടിച്ച് തറയിലിടുകയാണ്. നമ്മുടെ സെനിറ്റ്സുവിൻ്റെ മൂക്കിൽ നിന്ന് കുറച്ച് ചോരയൊക്കെ വരുന്നുണ്ട്. അയ്യോ ഞാൻ അറിയാതെ ചെയ്തേ സെനിറ്റ്സു, എന്നോട് ക്ഷമിക്കണേ, അയ്യോ ഞാൻ അറിയാതെ ചെയ്തേ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഒരുപാടധികം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ എനിക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് നമ്മുടെ സെനിറ്റ്സു തിരിച്ചു പറയുന്നു. നീ എന്തിനാടി ഈ കിടന്ന് കരയുന്നത്, എൻ്റെ മൂക്കല്ലേ പോയെന്ന് നമ്മുടെ സെനിറ്റ്സു ആ കുട്ടിയോട് ചോദിക്കുന്നു. ആ കുട്ടി പറയുകയാണ്, ഞാൻ അതിനൊന്നുമല്ല കരയുന്നത്, രാവിലെ തൊട്ടേ നമ്മുടെ താൻസ്രോനെ കാണുന്നില്ലെന്ന്. താൻസ്രോയെ കാണുന്നില്ല, എനിക്ക് തോന്നുന്നു അവൻ്റെ വയറ്റത്തൊരു മുറിവുണ്ടായിട്ട് പോലും അവൻ വീണ്ടും ട്രെയിനിങ്ങിന് ചെയ്യാൻ പോയി കാണുമെന്ന്. എന്നാൽ ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ താൻസ്രോ ആണെങ്കിൽ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താൻസ്രോ എങ്ങോട്ടോ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ താൻസ്രോയുടെ പുറകിൽ നെസ്കോ ഉണ്ട്. നമ്മുടെ താൻസ്രോയുടെ വയറ്റത്ത് ഒരു മുറിവുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ താൻസ്രോയ്ക്ക് ശരിക്കും ഓടാനൊന്നും പറ്റുന്നില്ല. നമ്മുടെ താൻസ്രോ ഒരു കാക്കയെ ഫോളോ ചെയ്താണ് പോകുന്നത്, വേറെ എങ്ങോട്ടും അല്ല പോകുന്നത്, നമ്മുടെ രംഗോക്കോന്റെ വീട്ടിലോട്ടാണ് നമ്മുടെ താൻസ്രോ പോകുന്നത്. നമ്മുടെ രംഗോക്കോ താൻസ്രോയോട് മരിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ്റെ അനിയനെയും അച്ഛനെയും പോയി കാണണം, അതുമാത്രമല്ല ഹിനുകാമി കാഗ്രയെ കുറിച്ചുള്ള ഒരു പുസ്തകം എൻ്റെ വീട്ടിലുണ്ടെന്ന്. സോ അതിനൊക്കെ വേണ്ടിയാണ് നമ്മുടെ താൻസ്രോ ആ വീട്ടിലോട്ട് പോകുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ താൻസ്രോ ഒരുപാടധികം ഓടിയത് കൊണ്ട് തന്നെ നമ്മുടെ താൻസ്രോയ്ക്ക് ഇനി ഓടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നേരെ നോക്കുന്ന സമയത്താണ് രംഗോക്കോന്റെ കൂട്ടത്തെ വേറൊരാളെ കാണുന്നത്. നമ്മുടെ താൻസ്രോയ്ക്ക് മനസ്സിലാക്കുന്നു ഇത് രംഗോക്കോന്റെ അനിയൻ സാൻസ്രോ ആണെന്ന്. ഹലോ സാൻസ്രോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാൻസ്രോ എടുത്തോണ്ട് വരികയാണ്. എൻ്റെ പേര് താൻസ്രോ, ഞാൻ ഡീമൺ സ്ലെയറിൽ നിന്ന് വരികയാണ്, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുന്നു. നിങ്ങളുടെ മുഖം എന്തുവാ ഈ വല്ലാതിരിക്കുന്നതെന്ന് നമ്മുടെ താൻസ്രോയോട് ചോദിച്ചു. നമ്മുടെ താൻസ്രോയ്ക്ക് ഇവനോട് ഇത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മുടെ താൻസ്രോ അവനോട് പറയുകയാണ്, നിങ്ങളുടെ ചേട്ടനായിട്ടുള്ള രംഗോക്കോ മരിച്ചു പോയിരിക്കുന്നു, ഞാനും അവിടെ ഉണ്ടായിരുന്നു, എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല, ഞാൻ കാരണമാണ് രംഗോക്കോ മരിച്ചു പോയത്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സാൻസ്രോ പറയുകയാണ്, എനിക്ക് ഈ കാര്യം നേരത്തെ അറിയായിരുന്നു, ഡീമൺ സ്ലെയറിൽ നിന്ന് ഒരു കാക്ക വന്ന് എന്നോട് പറഞ്ഞായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കാരണമൊന്നുമല്ല എൻ്റെ ചേട്ടൻ മരിച്ചത്, എൻ്റെ ചേട്ടൻ വളരെയധികം നല്ല ഒരാളായിരുന്നു എന്ന് വളരെയധികം വിഷമത്തോടെ സാൻസ്രോ പറഞ്ഞു. ഇതേ സമയം തന്നെ അങ്ങോട്ട് രംഗോക്കോന്റെ സാൻസ്രോയുടെ അച്ഛൻ വരികയാണ്. ഹേ സാൻസ്രോ, ഞാൻ തന്ന പണി നീ കംപ്ലീറ്റ് ചെയ്യാതെ നീ എന്തുവാടാ വഴി കൂടെ പോകുന്നവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നിന്റെ മൊണ്ണയായിട്ട് ചേട്ടനായിട്ടുള്ള രംഗോക്കോനെ കുറിച്ച്. രംഗോക്കോ ഒരു പൊട്ടനല്ലേ, അവനൊരു മണ്ടനല്ലേ, അവനൊരു കഴിവുമില്ല, അതുകൊണ്ടല്ലേ അവനൊരു ഡീമൻ്റെ ഇത് മരിച്ചിരിക്കുന്നത്, അതാണ് അവൻ്റെ വിധി, അവനെക്കുറിച്ച് നീ എന്തിനാടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രംഗോക്കോനെ കുറിച്ച് കുറെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ താൻസ്രോയ്ക്ക് ഒരുപാടധികം ദേഷ്യം വരികയാണ്. കേട്ടിട്ട് നമ്മുടെ താൻസ്രോ പറയുകയാണ്, മരിച്ചുപോയ സ്വന്തം മകനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ തനിക്ക് നാണമില്ലല്ലോ എന്ന്. ഇതൊക്കെ കേട്ട സാൻസ്രോയുടെ അച്ഛൻ പറയുകയാണ്, ഇതൊക്കെ പറയാൻ നീ ആരാടാന്ന്. എന്നാൽ ഇതേ സമയമായിരുന്നു സാൻസ്രോയുടെ അച്ഛൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ താൻസ്രോയുടെ ചെവിയിൽ കിടക്കുന്ന കണ്ടുടനെ തന്നെ രംഗോക്കോന്റെ അച്ഛൻ ചോദിക്കുകയാണ്, നീ ഒരു ഡീമൺ സ്ലെയർ അല്ലേ, അതൊരു സൺ ബ്രീത്തിങ് യൂസർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻസ്രോയ്ക്ക് ഒന്ന് അനങ്ങാൻ പോലും സമയം കൊടുക്കാതെ ഓടി വന്നിട്ട് നമ്മുടെ സാൻസ്രോനെ അടിച്ച് തറയിലിടുകയാണ്. നമ്മുടെ താൻസ്രോയ്ക്ക് അന്നേരം ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഇവിടെ എന്തുവാണോ ഈ സംഭവിക്കുന്നത്, ഇയാൾ എന്തിനാ എന്നെ ഒരു കാര്യമില്ലാതെ എടുത്ത് അടിക്കുന്നത്, ഇയാളെ നല്ല രീതിയിൽ ട്രെയിനിങ് ഒക്കെ ചെയ്തതാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ മുറുക്കി പിടിച്ചു വെക്കാൻ സാധിക്കത്തില്ലല്ലോ. എന്നാൽ ഇതേ സമയം തന്നെ സാൻസ്രോ അച്ഛനോട് വന്ന് പറയുകയാണ്, അവനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്, അവനൊന്നും ചെയ്യല്ലേന്ന്, നീ അങ്ങോട്ട് മാറിയിക്കടാ, ഇവിടുത്തെ കാര്യങ്ങളല്ലേ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവനെ അടിച്ച് തെറിപ്പിക്കുകയാണ് നമ്മുടെ സാൻസ്രോയുടെ കൂടെ. കണ്ടപ്പോഴത്തേന് നമ്മുടെ താൻസ്രോയ്ക്ക് ഒരുപാടധികം ദേഷ്യം വരുന്നു. നമ്മുടെ താൻസ്രോ ആണെങ്കിൽ അവൻ്റെ കാൽ ഉപയോഗിച്ചിട്ട് രംഗോക്കോന്റെ അച്ഛനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ നമ്മുടെ രംഗോക്കോന്റെ അച്ഛൻ നൈസായിട്ട് തന്നെ അവിടുന്ന് മാറിക്കൊടുക്കുന്നു. താൻ എന്തുവാടോ ഈ കാണിക്കുന്നത്, എനിക്ക് വട്ട് വല്ലതും ഉണ്ടോ, ആളുകളുടെ മുമ്പിൽ വെച്ച് സ്വന്തം മകനെ എന്തിനാണോ ഇങ്ങനെ അടിക്കുന്നത് എന്ന് അയാളോട് നമ്മുടെ താൻസ്രോ ചോദിക്കും. മാത്രമല്ല മരിച്ചുപോയ സ്വന്തം മകനെ കുറിച്ച് ചുമ്മാ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തനിക്ക് എന്തുവാടോ പ്രശ്നം, ഇതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, കാരണം നീ ഒരു സൺ ബ്രീത്തിങ് യൂസറാണ്, അതെന്ത് തേങ്ങയാ, അതെന്തുവാന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻസ്രോ. യൂസ് ചെയ്യുന്നത് ഹാനഹൂഡ ഹിയറിംഗ്സ് ആണ്, ഇങ്ങനത്തെ ഹിയറിംഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് സൺ ബ്രീത്തിങ് യൂസേഴ്സ് ആണെന്ന് ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ സൺ ബ്രീത്തിങ് ആണ് ആദ്യത്തെ ബ്രീത്തിങ് സ്റ്റൈൽ, ആ ബ്രീത്തിങ് സ്റ്റൈലിൽ നിന്നാണ് ബാക്കിയുള്ള ഫയർ, വാട്ടർ, വിൻഡ് എന്നൊക്കെ പറഞ്ഞ ബ്രീത്തിങ് സ്റ്റൈൽസ് ഉണ്ടായത്. എന്ന് വെച്ചാൽ സൺ ബ്രീത്തിങ്ങിന്റെ കോപ്പിയാണ് ബാക്കിയുള്ള ബ്രീത്തിങ് സ്റ്റൈൽ. അത് മാത്രമല്ല സൺ ബ്രീത്തിങ് ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബ്രീത്തിങ് സ്റ്റൈൽ. കേട്ടിട്ട് നമ്മുടെ താൻസ്രോയ്ക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല, കാരണം സ്വന്തം കുടുംബം എന്ന് പറയുന്നത് വെറും ചാട്കോള് വിറ്റ് ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബമാണ്. ആ കുടുംബത്താണോ ഇത്രയും വലിയ ബ്രീത്തിങ് സ്റ്റൈൽ ഉണ്ടായത്? അപ്പോൾ ഹിനുകാമി കാഗ്ര എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞ് ആലോചിക്കുന്ന സമയത്താണ് രംഗോക്കോന്റെ അച്ഛൻ പറയുന്നത്, നീ ഒരു സൺ ബ്രീത്തിങ് യൂസറാണ്, അതുകൊണ്ട് തന്നെ നിനക്ക് ഒരുപാടധികം അഹങ്കാരം ഉണ്ടായിരിക്കും, നീയാണ് ഏറ്റവും വലിയവനെന്നൊക്കെ ആയിരിക്കും നീ വിചാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻസ്രോനെ ചുമ്മാ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രംഗോക്കോന്റെ അച്ഛൻ. നിങ്ങളെല്ലാം വിചാരിച്ചു വെച്ചിരിക്കുന്നത് മൊത്തം തെറ്റാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻസ്രോ അങ്ങനെ അടിക്കാൻ വേണ്ടി പോകും. അയ്യോ വേണ്ട, അങ്ങനെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്, അങ്ങേരാണ് നേരത്തെ ഫയർ ഹാച്ചറി ആയിട്ട് ഇരുന്നേന്ന് പറഞ്ഞ് തീരുന്ന സമയത്ത് തന്നെ നമ്മുടെ താൻസ്രോ ഓടിപ്പോയിട്ട് അങ്ങേറെ അടി മേടിക്കുകയാണ്. അടി കൊണ്ട് താൻസ്രോ താരോട്ട് വീണുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആലോചിക്കുന്നത്, രംഗോക്കോനെ എനിക്ക് രക്ഷിക്കായിരുന്നു, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബ്രീത്തിങ് സ്റ്റൈലായിട്ടുള്ള സൺ ബ്രീത്തിങ് എൻ്റെ കയ്യിൽ ഇരുന്ന
സമയത്ത് എനിക്ക് റെങ്കോക്കോനെ രക്ഷിക്കായിരുന്നു, എനിക്ക് ആ ഡീമനെ പോയി കൊല്ലായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല, എന്നെ കൊണ്ട് സാധിച്ചു എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജറോ. എന്നാൽ ഇതേ സമയം റെങ്കോക്കോന്റെ അച്ഛൻ നമ്മുടെ താൻജറോനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻജറോയുടെ തല ഉപയോഗിച്ചിട്ട് അങ്ങനെ തലക്കിട്ടൊരെണ്ണം കൊടുക്കുകയാണ്. അവരുടെ രണ്ടുപേരുടെ ബോധവും അവിടെ വെച്ച് പോവുകയാണ്. ബോധം വന്ന് താൻജറോ എഴുന്നേക്കുന്നത് നമ്മുടെ സാൻജറോ എടുത്താണ്. നമ്മുടെ സാൻജറോ ആണെങ്കിൽ കുറച്ച് ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. നിന്റെ അച്ഛനെ അടിച്ച് തറയിലിട്ടേൻ, എന്നോട് ക്ഷമിക്കണമെന്ന് നമ്മുടെ താൻജറോ ആണെങ്കിൽ സാൻജറോട് പറയും. കുഴപ്പമില്ല, അങ്ങനെ നേരത്തെ എഴുന്നേറ്റിട്ട് വെള്ളം അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, അതല്ല എനിക്ക് അറിയേണ്ടത്. റെങ്കോക്കോ നിങ്ങളോട് ഏതാണ്ട് പറഞ്ഞിട്ടില്ലായിരുന്നോ എൻ്റെ ചേട്ടൻ അതെന്തുവാന്ന് എന്നോട് പറയാം സാൻജറോ പറയുന്നു. നമ്മുടെ റെങ്കോക്കോ താൻജറോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ സാൻജറോട് താൻജറോ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സാൻജറോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താൻജറോ തല കുടിച്ചിട്ട് പറയുകയാണ്, എനിക്ക് അങ്ങനെ രക്ഷിക്കാൻ പറ്റിയെന്ന്, പക്ഷെ എനിക്ക് അന്നേരം ചെയ്യാൻ പറ്റിയില്ല, എന്നോട് നിങ്ങൾ ക്ഷമിക്കണമെന്ന് താൻജറോ തല കുടിച്ച് പറയുകയാണ്. അതൊന്നും കുഴപ്പമില്ലെന്ന് നമ്മുടെ സാൻജറോ താൻജറോട് പറയുന്നു. റെങ്കോക്കോ പറഞ്ഞ ആ പുസ്തകം നമ്മുടെ സാൻജറോ ആണെങ്കിൽ താൻജറോയ്ക്ക് എടുത്തു കൊടുക്കുകയാണ്. ആ ബുക്ക് തുറന്നു നോക്കുന്ന സാൻജറോ താൻജറോ എന്ന് ഞെട്ടി പോവുകയാണ്. ആ ബുക്ക് മൊത്തം കീറിയിരിക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സാൻജറോ പറയുകയാണ്, ഹാഷ്റാസ് ഒക്കെ സാധാരണ ഇത് നല്ല രീതിയിലാണ് നോക്കുന്നത്, പക്ഷെ എൻ്റെ അച്ഛന് ദേഷ്യം വന്ന സമയത്ത് ഇത് കീറി കളഞ്ഞതായിരിക്കും, എന്നോട് നിങ്ങൾ ക്ഷമിക്കണം, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇൻഫർമേഷൻ തരാൻ പറ്റിയില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് നമ്മുടെ സാൻജറോ താൻജറോട് പറയുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ താൻജറോ പറയുകയാണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പം നല്ല രീതിയിൽ തന്നെ ഹിനുഗാമി കാഗ്ര യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതൊക്കെ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്താൽ എനിക്ക് സൺ ബ്രീത്തിങ് വളരെയധികം ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ താൻജറോ പറയുന്നു. അന്നേരം ഹിനുഗാമി കാഗ്ര എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയായിരുന്നു, അത് വളരെയധികം പവർഫുൾ ആണെന്നും എനിക്കറിയായിരുന്നു, പക്ഷെ അന്നേരം എങ്ങനെയെങ്കിലും എനിക്ക് സൺ ബ്രീത്തിങ് യൂസ് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ ചേട്ടനെ രക്ഷിച്ചേനെ, പക്ഷെ അതിന് ഒരിക്കലും നടക്കാൻ പോകാത്ത കാര്യമാണ്. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളുടെ ചേട്ടനെ പോലെ തന്നെ ഞാൻ നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ഒരു ഹാഷറായിട്ട് മാറുമെന്ന് നമ്മുടെ താൻജറോ അവനോട് പറയുന്നത് കേട്ടിട്ട് നമ്മുടെ സാൻജറോ പറയുകയാണ്, ചെറുപ്പത്തിൽ ഞാനും ഒരുപാടധികം ട്രെയിനിങ് ഒക്കെ ചെയ്യുമായിരുന്നു, എനിക്കും ഒരു ഹാഷറേ ആവണമെന്ന് വളരെയധികം വലിയൊരു ആഗ്രഹമായിരുന്നു, പക്ഷെ എനിക്ക് അതിനുള്ള അർഹത പോലും ഇല്ല. ഞാൻ ആ വാളെടുത്തപ്പം ആ വാളിൻ്റെ കളർ പോലും മാറുന്നില്ല, അതിൻ്റെ അർത്ഥം എനിക്കൊരു ഡീമൺ സ്ലെയർ ആകാനുള്ള ഒരു അർഹതയില്ല. എനിക്കൊരു പേടിയുണ്ടായിരുന്നു എൻ്റെ ചേട്ടനിലൂടെ ഫയർ ബ്രീത്തിങ് അവസാനിക്കുമെന്ന്, പക്ഷെ എനിക്കൊരു നല്ല സ്പോർട്സ്മാൻ ആവാൻ പറ്റിയില്ല, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ എന്തെങ്കിലും ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞ് സാൻജറോ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ താൻജറോ പറയുകയാണ്, ഹേ സാൻജറോ, നീ നിന്റെ മനസ്സ് പറയുന്നത് കേൾക്ക്. ആ കാര്യം പറഞ്ഞുകൊണ്ട് നിന്നെ ആരെങ്കിലും തല്ലാൻ വന്നാൽ ഞാൻ അവനെ തലമണ്ട അടിച്ച് പൊളിച്ചോടാമെന്ന് നമ്മുടെ താൻജറോ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സാൻജറോ പറയുകയാണ്, അതൊന്നും വേണ്ടാന്ന്. അങ്ങനെ നമ്മുടെ താൻജറോ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മുടെ താൻജറോ പോകാനിരിക്കുന്ന സമയത്താണ് നമ്മുടെ സാൻജറോ ആണെങ്കിൽ റെങ്കോക്കോന്റെ വാളിലുള്ള ആ തീ പോലത്തെ സാധനം നമ്മുടെ താൻജറോയ്ക്ക് കൊടുക്കുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ താൻജറോ പറയുകയാണ്, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ വെച്ചോളാൻ പറഞ്ഞിട്ട് തിരിച്ച് നീട്ടാൻ നേരത്ത് നിർബന്ധിച്ച് നമ്മുടെ സാൻജറോ താൻജറോനെ കൊണ്ട് മേടിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ താൻജറോ അവിടെ നിന്ന് പോവുകയാണ്. നമ്മുടെ സാൻജറോ ആണെങ്കിൽ അവൻ്റെ അച്ഛനോട് എന്ന് ഒരു കാര്യം പറയുന്നു, റെങ്കോക്കോ നിങ്ങളോട് അവസാനമായിട്ട് പറയാൻ വന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിനൊന്നും ആവശ്യമില്ല, തീർച്ചയായിട്ടും അവൻ എൻ്റെ കുറ്റം മാത്രമേ പറയത്തുള്ളൂ, അവനൊരു മണ്ടൻ തന്നെയാണ്, അല്ലാതെ അവൻ എന്നെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളൊന്നും പറയത്തില്ല. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ റെങ്കോക്കോന്റെ അച്ഛൻ റെങ്കോക്കോനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഞാൻ പോയിട്ട് വരാം അച്ഛാ എന്ന് പറയുന്ന പോലെ റെങ്കോക്കോന്റെ അച്ഛന് തോന്നുന്നു. അത് കേട്ടതുകൊണ്ട് തന്നെ റെങ്കോക്കോന്റെ അച്ഛൻ പിന്നെയും വെള്ളം അടിക്കാൻ വേണ്ടി പോകുന്നു. പക്ഷെ റെങ്കോക്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആരോഗ്യം നല്ലതുപോലെ സൂക്ഷിക്കണം എന്ന്, അതുകൊണ്ട് തന്നെ അച്ഛൻ ആ വെള്ളവടി അവിടെ വെച്ച് നിർത്തുന്നു. അങ്ങനെ റെങ്കോക്കോനെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് റെങ്കോക്കോന്റെ അച്ഛൻ. താൻജറോ ബട്ടർഫ്ലൈ ഹൗസിന്റെ അടുത്തെത്താറായെന്ന സമയത്ത് നെസ്കോയോട് പറയുകയാണ്, ഹേ നെസ്കോ പേടിക്കണ്ട, നമ്മൾ അടുത്തെത്താറായി എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നോക്കുന്ന സമയത്താണ് നമ്മുടെ താൻജറോ ഒരു കാഴ്ച കാണുന്നത്. ഒരാൾ നിൽക്കുന്നു, വളരെയധികം പേടിപ്പെടുത്തുന്നത് പോലെ ഒരാൾ തിളങ്ങിക്കൊണ്ട് നിൽക്കുന്നു. വേറെ ആരുമല്ല നമ്മുടെ ഹഗ്നോസിക്കയാണ്. ഞാൻ ഉണ്ടാക്കി തന്ന വാൾ നീ കൊണ്ട് പൊട്ടിച്ച് കളയല്ലാടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ താൻജറോനെ വാളൊക്കെ വെച്ച് കുത്തിക്കൊല്ലാൻ വേണ്ടി വരികയാണ്. നമ്മുടെ താൻജറോ ആണെങ്കിൽ കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താൻജറോ ഉറങ്ങുന്നത് കണ്ടുകൊണ്ട് തന്നെ ഇനോസ്കി ചോദിക്കുകയാണ്, നീ എന്തുവാടാ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് ഇന്നലെ രാത്രി ഉറങ്ങാനൊന്നും പറ്റിയില്ല, ഹഗ്നോസിക്ക എന്നെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പിന്നീട് എന്നെ ആ സിസ്റ്റർ വന്നിട്ടാണ് രക്ഷപ്പെടുത്തിയത് എന്ന് നമ്മുടെ താൻജറോ പറയുന്നു. നമ്മുടെ താൻജറോയെ രക്ഷിച്ച സിസ്റ്റർ ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് വരികയാണ്. ഇന്നലെ എന്നെ രക്ഷിച്ചതിന് വളരെയധികം നന്ദിയുണ്ടെന്ന് നമ്മുടെ താൻജറോ പറയുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് അവരും പറയുന്നു. സെനിറ്റ്സു ചോദിക്കുകയാണ്, എവിടെയാണ് ഹാഗ്നോസിക്ക? അയാൾ വെളിയിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, റൈസ് ഡബ്ലിങ്സ് കൊടുത്തിട്ടുണ്ട്, അയാൾക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നീട് കാണിക്കുന്നത് സെനിറ്റ്സു, ഇനോസ്കെ, താൻജറോ ഒക്കെ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് ട്രെയിനിങ് ചെയ്യുന്നതാണ്. അവർ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം റെങ്കോക്കോ മരിച്ചിട്ട് 4 മാസം കഴിയുന്നു. അവർ നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് ചെയ്യുന്നു. ഈ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ തന്നെ അവർ ഓരോരോ മിഷന് വേണ്ടി പോവുകയാണ്. ഓരോ ഡീമൻസിനെ കൊല്ലാൻ വേണ്ടി അവർ 3 പേരും ഒന്നിച്ച് മിഷന് പോകുന്നുണ്ട്. അതുപോലെ അവർ ഒറ്റയ്ക്ക് മിഷൻസിനൊക്കെ പോകുന്നുണ്ട്. ഒറ്റയ്ക്ക് സെനിറ്റ്സു മിഷന് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ താൻജറോട് ചോദിക്കുകയാണ്, എനിക്ക് നെസ്കോനെ അവസാനമായിട്ടൊന്ന് കാണിച്ചു തരുമോ? അഥവാ ഞാനിപ്പോൾ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ മരിച്ചു പോയ എൻ്റെ അവസാനത്തെ ആഗ്രഹം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എന്ത് വേണമെങ്കിലും
ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് സെനിറ്റ്സ് പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കുന്ന ഒരു ദിവസമാണ് നമ്മുടെ താൻജറോയുടെ കാക്ക എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിലോട്ട് പോകാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ താൻജറോ നോർത്ത് ഈസ്റ്റിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരുപാടധികം മഴയായതുകൊണ്ട് തന്നെ നമ്മുടെ താൻജറോ പുല്ലൊക്കെ ദേഹത്ത് വെച്ചുകൊണ്ടാണ് പോകുന്നത്. ഇവിടാണല്ലോ ആ ഡീമൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുന്ന സമയത്താണ് നമ്മുടെ താൻജറോയ്ക്ക് ഒരു ഡീമന്റെ സ്മെല്ല് കിട്ടുന്നത്. മുകളിലോട്ട് നോക്കുന്ന സമയത്താണ് നമ്മുടെ താൻജറോ കാണുന്നത് ആ ഡീമൻ നമ്മുടെ താൻജറോനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ നമ്മുടെ താൻജറോ അവിടുന്ന് നൈസായിട്ട് തന്നെ ഓടുകയാണ്. എന്നിട്ട് ഒരു ഭിത്തിയുടെ മണ്ടയ്ക്കൂടെ ചാടുന്ന സമയത്ത് നമ്മുടെ നെസ്കോയുടെ പെട്ടിയിൽ നിന്ന് നെസ്കോ ചാടി ഇറങ്ങിയിട്ട് ആ ഡീമൻ ഒറ്റ അടി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ താൻജറോയും നെസ്കോയൊക്കെ വളരെയധികം നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ നിന്ന് ഇനി ശരിയാവത്തില്ലെന്ന് മനസ്സിലാക്കിയ ആ ഡീമൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അടുത്തുള്ള വില്ലേജിലോട്ടാണ് അവൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ വില്ലേജിലോട്ട് അവനെ വിടാൻ പാടില്ല, കാരണം ആ വില്ലേജിലുള്ള ആൾക്കാർക്കൊക്കെ അപകടമായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വിടാൻ പാടില്ലെന്ന് പറഞ്ഞ് നമ്മുടെ താൻജറോ ഓടിക്കൊണ്ടിരിക്കുന്നു. നോക്കുന്ന സമയത്ത് ആ ഡീമനാണെങ്കിൽ ഒരു വീടിന്റെ ഏതോ ഒരു സ്ഥലത്ത് മൂല കയറിയിരിക്കുകയാണ്. ആ ഡീമൻ പറയുകയാണ്, എത്ര ധൈര്യമുണ്ടെങ്കിൽ ആ കൊച്ചിറക്കനും ആ പെണ്ണും കൂടെ എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ ഇതേ സമയമായിരുന്നു അങ്ങോട്ട് നമ്മുടെ താൻജറോ മാസ്സായിട്ട് കയറി വരുന്നത്. എനിക്ക് നിന്നെ കൊല്ലുന്നതിന് ഒരുപാടധികം വിഷമമുണ്ട്, പക്ഷെ എനിക്ക് നിന്നെ കൊല്ലാതിരിക്കാൻ പറ്റത്തില്ല. അതിനു മുമ്പ് ഞാൻ നിന്നെ കൊല്ലുവാടാന്ന് പറഞ്ഞിട്ട് ആ ഡീമൻ നമ്മുടെ താൻജറോ എടുത്തോട്ട് ചാടുന്നു. എന്നാൽ നമ്മുടെ താൻജറോ ആരാണ് മോൻ, വാട്ടർ ബ്രീത്തിങ് യൂസ് ചെയ്തിട്ട് ആ ഡീമന്റെ തല അങ്ങ് വെട്ടുകയാണ്. രാവിലെ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ താൻജറോ ആണെങ്കിൽ ആ ബട്ടർഫ്ലൈ ഹൗസിലോട്ട് പോകുന്ന വഴിക്കാണ് ഒരു സൗണ്ട് കേൾക്കുന്നത്. എന്നെ മര്യാദയ്ക്ക് ഇറക്കി വിടറാ, എന്നെ നിന്റെ മണ്ടയ്ക്കൊന്ന് ഇറക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ അല കേൾക്കുന്നത്. അതേസമയം തന്നെ അവളെ പിടിച്ചു വെച്ചിരിക്കുന്ന ആൾ പറയുകയാണ്, നീ വെറുതെ എന്റെ ചെവിയുടെ അവിടെ വന്ന് സൗണ്ട് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി മര്യാദയ്ക്ക് അവളെ ഇറക്കി വിടാൻ പറഞ്ഞുകൊണ്ട് ആ 3 കുട്ടികളും കിടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവർ കിടന്നലയ്ക്കുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ കാലോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാനിപ്പോൾ ഇവളെ രക്ഷിക്കണോ അതോ ഞാനിവിടെ നിൽക്കണോ, ഞാൻ എന്തുവാണ് ചെയ്യേണ്ടത്, ഞാനിപ്പോൾ കോയിനെടുത്ത് ടോസ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് ആലോചിക്കുന്ന സമയത്താണ് നമ്മുടെ താൻജറോ പറയുന്നത് കേൾക്കുന്നത്. നീ ഒരിക്കലും ഈ കോയിനിന്റെ ആവശ്യമൊന്നുമില്ല നിനക്ക്, നീ നിന്റെ മനസ്സ് പറയുന്നത് കേൾക്ക്. എന്നാൽ ഇതേ സമയം തന്നെ അയാളെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മുടെ കാലോ. നമ്മുടെ കാലോ ഒന്നും മിണ്ടുന്നില്ല. നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്നെ മുഖത്ത് നോക്ക് സംസാരിക്കുന്ന പറഞ്ഞ് കിടന്ന് അലക്കുകയാണ്. നീ എന്തെങ്കിലും ഒന്ന് സംസാരിക്കടിയെന്ന്. എന്നാൽ ഇതേ സമയം തന്നെ ആ 3 കുട്ടികളിൽ ആ 2 കുട്ടിയെ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് അയാളെ വന്ന് എടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഇവിടെ വലിയാണ്ട് സംഭവിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മുടെ താൻജറോ പെട്ടെന്ന് അങ്ങോട്ട് ഓടി വരികയാണ്. സോറി, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇവരെയൊക്കെ പിടിച്ചോണ്ട് പോകുന്ന ഇയാളുണ്ടല്ലോ, അയാൾ ഒരു ഹാഷറയാണ്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ പെണ്ണുകളുടെ ദേഹത്ത് കൈവെക്കൂടാന്ന് പറഞ്ഞ് നമ്മുടെ താൻജറോ അവിടെ കിടന്ന് അലക്കുകയാണ്. എന്നാൽ നമ്മുടെ താൻജറോയ്ക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ വരികയാണ്. ഈ ഹാഷറ ഇവരെ വെച്ച് കളിക്കുകയാണോ അതോ ഇവരെ തട്ടിക്കൊണ്ട് പോവുകയാണോ എന്ന് നമ്മുടെ താൻജറോയ്ക്ക് ഒരു ഉറപ്പില്ല. എന്നാൽ ഇതേ സമയം തന്നെയായിരുന്നു ആ 3 കുട്ടികളിൽ ഒരു കുട്ടി പറയുന്നത്, അയ്യോ ഇയാളെ ഞങ്ങളെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കിടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ താൻജറോ ആണെങ്കിൽ അവൻ്റെ തല ഉപയോഗിച്ചിട്ട് ആ ഹാഷറനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ അയാൾ അവിടെ നിന്ന് മാഞ്ഞു പോകും. നമ്മുടെ താൻജറോ തലയും കൊത്തി താഴെ വീഴുകയാണ്. അയാൾ എവിടെ എന്ന് പറഞ്ഞ് നമ്മുടെ താൻജറോ നോക്കുന്ന സമയത്താണ് അയാൾ അതിൻ്റെ മണ്ട കയറി നിൽക്കുന്നത്. നിന്റെ ഈ വൃത്തികെട്ട ടെക്നിക്കൊന്നും എൻ്റെ ദേഹത്ത് ഏക്കത്തില്ല. ഞാൻ ടങ്കൻ യൂസ് ഒരു ഹാഷർ. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ ഹാഷറുടെ പേര് ടൻകൻ എന്നാണ്. നമുക്കിനി ഇയാള് അഥവാ ഹാഷറ എന്നൊന്നും വിളിക്കണ്ട, നമുക്കിനി ടൻകൻ എന്ന് തന്നെ വിളിക്കാം. കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ടൻകൻ പറയുകയാണ്, ഞാനൊരു ഹാഷറയാണ്, അത് മാത്രമല്ല ഞാൻ നിന്റെ സീനിയറാണ്, എനിക്ക് കുറച്ചെങ്കിലും റെസ്പെക്റ്റ് താടാ. ഞാൻ നിന്നെ ഒരു ഹാഷറായിട്ട് കാണുന്നില്ല, ഞാൻ നിന്നെ ഒരിക്കലും റെസ്പെക്റ്റ് ചെയ്യത്തില്ല. നീ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ എനിക്കെന്ത് തേങ്ങയാണ്. ഞാനിവരെ പിടിച്ചോണ്ട് പോകുന്നത് ഒരു മിഷന് വേണ്ടിയാണെന്ന് നമ്മുടെ ടൻകൻ പറയുന്നു. ഈ സമയം തന്നെ നമ്മുടെ താൻജറോ പറയുകയാണ്, നിനക്ക് കണ്ണുണ്ടെങ്കിൽ ആ കൊച്ചു പെൺകുട്ടിയെ നോക്കിയേ, അവൾ ഡീമൺ സ്ലെയറിന്റെ ഡ്രസ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ. ആ ശരിയാണല്ലോ, ഇവളൊരു കൊച്ചു പെൺകുട്ടിയാണല്ലോ, ഇവര് ഡീമൺ സ്ലെയറിന്റെ ഡ്രസ് ഒന്നും ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചു പെൺകുട്ടി അതിനെ മണ്ടയ്ക്ക് ഒന്ന് എടുത്ത് എറിയുകയാണ്. നമ്മുടെ ടൻകൻ ഓടി വന്നിട്ട് നമ്മുടെ താൻജറോ പിടിക്കുകയാണ്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഈ കൊച്ചു പെൺകുട്ടി എടുത്ത് എറിയും. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ടൻകൻ പറയുകയാണ്, എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയേണ്ട ഒരു ആവശ്യമില്ല, ഞാനിപ്പോൾ ഒരു മിഷന് വേണ്ടി പോവുകയാണ്, അതിനെനിക്ക് കുറച്ച് ആൾക്കാരെ വേണം, വലിയ കഴിവുള്ള ആൾക്കാരുടെ ഒന്നും ആവശ്യമൊന്നുമില്ല, എനിക്ക് കുറച്ച് ആൾക്കാരെ വേണം. ഇത് കേട്ട് വളരെയധികം ദേഷ്യമെന്ന് നമ്മുടെ താൻജറോ പറയുകയാണ്, എല്ലാ ആൾക്കാർക്കും സ്ട്രെങ്തും ഉണ്ട്, അതുപോലെ തന്നെ വീക്ക്നെസ്സും ഉണ്ട്, അതുകൊണ്ട് തന്നെ നീ അവളെ വെറുതെ കളിയാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ടൻകൻ പറയുകയാണ്, നിന്നെ പോലുള്ള മണ്ടന്മാർ ഈ ഡീമൺ സ്ലെയർ ക്രോപ്പിൽ വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഡീമൺ സ്ലെയർ ക്രോപ്പ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേട്ട് നമ്മുടെ താൻജറോ പറയുകയാണ്, നിനക്കിപ്പോൾ കുറച്ച് ആൾക്കാരല്ലേ വേണ്ടിയത്, ഞങ്ങളുണ്ടെന്ന്. ഞങ്ങളോ, ഇവിടെ നീ മാത്രമേ ഉള്ളല്ലോ എന്ന് നമ്മുടെ ടൻകൻ പറയുന്നു. നോക്കുന്ന സമയത്ത് ഇപ്പൊ അങ്ങോട്ട് നമ്മുടെ ഇനോസ് ഗെയിം അതുപോലെ തന്നെ നമ്മുടെ സെനിറ്റ്സ് മാസായിട്ട് നമ്മുടെ താൻജറോയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഉടനെ നമ്മുടെ ഇനോസ്കെ പറയുകയാണ്, ഞാനിപ്പോ നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്, എനിക്ക് ഏതൊരു ഡീമനെ വേണമെങ്കിലും കൊല്ലാൻ സാധിക്കും. നമ്മുടെ സെനിറ്റ്സും നമ്മുടെ ടൻകനോട് പറയുകയാണ്, നീ മര്യാദയ്ക്ക് അവരെ വിട്ടോ, എനിക്ക് നിന്നെ കണ്ടിട്ട് ഒരു മോൺസ്റ്ററോട്ടൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ അതൊന്നും എൻ്റെ കാര്യമല്ല, നീ മര്യാദയ്ക്ക് അവരെ ഇറക്കി വിട്ടോ, അല്ലെങ്കിൽ നീ എൻ്റെ അടി കൊണ്ട് ചാവുമെന്ന്. എന്നാൽ ഈ പറയുന്ന സമയത്ത് നമ്മുടെ സെനിറ്റ്സ് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ ടൻകൻ പറയുകയാണ്, ഓ ആ ശരി, നിങ്ങൾ 3 പേരും എൻ്റെ കൂടെ വന്നോ എന്ന് പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് അവർക്ക് 3 പേർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും വേഗം തന്നെ ഇവനങ്ങ് സമ്മതിച്ചോ? ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളിപ്പോൾ എൻ്റെ കൂടാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ അതുപോലെ തന്നെ അനുസരിക്കണം. നമ്മളിപ്പോൾ ഡീമനെ കൊല്ലാൻ വേണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മുടെ ഇനോസ്കെ ചോദിക്കുന്നു. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ടൻകൻ പറയുകയാണ്, നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ദ എൻഡ്
എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്ട്. സോ അവിടെ വെച്ചാണ് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 2 അകത്തിലെ ഒന്നാമത്തെ എപ്പിസോഡിന്റെ രണ്ടാമത്തെ പാർട്ട് അവസാനിക്കുന്നത്. സോ എൻ്റെ ഫേവറേറ്റർ ആയിട്ടുള്ള ഒരു ആർക്ക് തന്നെയാണ് ഈ എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്ട് ആർക്ക്. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് തന്നേക്കാം. സോ നിങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ ഡീമൺ സ്ലെയറിലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റർ ആയിട്ടുള്ള ക്യാരക്ടർ ഏതാണെന്നൊന്ന് കമന്റ് ചെയ്യുക. സോ അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരുന്നവരേക്കും ടാറ്റാ ബൈ.